നിസ്സാര വയറുവേദനയുമായി എത്തുന്ന രോഗികൾക്ക് പോലും വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും നിർദ്ദേശിക്കുന്നത് വൻതുക ചെലവുള്ള അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ. സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷമാണ് രോഗികളെ ഭയപ്പെടുത്തി നിർബന്ധിത ഓപ്പറേഷന് പ്രേരിപ്പിക്കുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. രോഗികൾ മറ്റിടങ്ങളിൽ ചികിത്സ തേടിയതോടെയാണ് വടകര CM ആശുപത്രിയിലെ ഈ നീക്കം പുറത്തറിഞ്ഞത്. ഇത് 11 വയസ്സുകാരൻ ഫാസിൽ. വയറുവേദനയെ തുടർന്നായിരുന്നു രക്ഷിതാക്കൾ വടകര CM ആശുപത്രിയിൽ ചികിത്സക്കെത്തിച്ചത്. പരിശോധിച്ച ഡോക്ടർ സ്കാനിംഗ് നിർദ്ദേശിച്ചു. ഫലം നോക്കിയ ഡോക്ടർ പറഞ്ഞത് കേട്ട രക്ഷിതാക്കൾ ഞെട്ടി. CM ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവർ സ്കാനിംഗ് റിപ്പോർട്ടിൽ അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞു, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പൊട്ടിപ്പോകും എന്ന് പറഞ്ഞു. ആദ്യം തകർന്നുപോയെങ്കിലും ഓപ്പറേഷനുള്ള വൻ തുകയില്ലാത്തതിനാൽ രക്ഷിതാക്കൾ മറ്റൊരിടത്ത് ചികിത്സ തേടിയതോടെയാണ് സംഗതി മാറി മറിഞ്ഞത്. കുട്ടിക്ക് യാതൊരു അസുഖവുമില്ലെന്ന മറ്റു ഡോക്ടർമാരുടെ പരിശോധനാ ഫലം. ഇനി സിനാൻ എന്ന 8 വയസ്സുകാരന്റെ പരിശോധനാ റിപ്പോർട്ട് കൂടി കാണുക. അപ്പൻഡിസൈറ്റിസ് ആണെന്നും ഓപ്പറേഷൻ വേണമെന്നും തന്നെയായിരുന്നു സ്കാനിംഗ് നടത്തി ഈ കുട്ടിക്കും CM ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടർ വിധി എഴുതിയത്. പണമില്ലാത്തതിനാൽ മറ്റൊരിടത്ത് ചികിത്സ തേടിയപ്പോൾ ഫലം മറ്റൊന്ന്. തീർന്നില്ല. 18 വയസ്സുകാരിയായ സാലിഹയും വടകര വാണിമേൽ സ്വദേശിനി 7 വയസ്സുകാരിയായ സരിസയും ഇത്തരത്തിൽ നിർബന്ധിത ഓപ്പറേഷനിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. കുട്ടിക്ക് അപ്പൻഡിക്സിൻ്റെതാണ്. അപ്പൻഡിക്സ് പൊട്ടിയാൽ കുട്ടി ബാക്കിയാവില്ല. അതുകൊണ്ട് എത്ര പെട്ടെന്ന് ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ അതിനുശേഷം അവർ ഇസ്രായേലിൽ പോയിട്ട് കാണിച്ചു. കോഴിക്കോട് ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിക്ക് അങ്ങനത്തെ ഒരു അസുഖം എന്ന് പറഞ്ഞ സംഗതി അവിടെ ഇല്ല. രോഗികളെ ഭയപ്പെടുത്തി വൻ തുക ചെലവുള്ള ഓപ്പറേഷനിലൂടെ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമാണെന്നാണ് ആരോപണമുയരുന്നത്. എന്നാൽ ആരോപണങ്ങൾ ആശുപത്രിയെ തകർക്കാനുള്ള നീക്കമാണെന്നാണ് അധികൃതരുടെ മറുപടി. പരാതി വന്നപ്പോൾ ഞങ്ങളത് പഠിച്ചിരുന്നു. പഠിച്ചപ്പോൾ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ പേഷ്യന്റ് തന്നെ പലപ്പോഴും റിസിറ്റേഷൻ വന്ന് പിന്നെ കൂടുതലും ചെയ്ത സാഹചര്യമാണ് കൂടുതലും കാണാറ്. ആശുപത്രിയിലെ 2 പ്രമുഖ ഡോക്ടർമാരെ അടക്കം ഉൾപ്പെടുത്തി പരാതി നൽകിയിരിക്കുകയാണ് രോഗികളുടെ ബന്ധുക്കൾ ഇപ്പോൾ. കോഴിക്കോട് നിന്നും സഹൽ സി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.